Hi friends, welcome to our channel 1985 V5. നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി മുമ്പ് ഒരവസരത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു ഫ്രഞ്ച് റെസിപ്പി ഫിഷ് ഇൻ വൈറ്റ് സോസ്. ആ റെസിപ്പിയെക്കുറിച്ച് പ്രേക്ഷകർ നല്ല അഭിപ്രായമാണ് അറിയിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ ആ റെസിപ്പി വ്യൂ ചെയ്തതും ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഗസ്റ്റ് നമുക്ക് വേണ്ടി മറ്റൊരു ഐറ്റം കൂടി ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ട്. ശോഭ, വെൽക്കം ടു അവർ ചാനൽ വൺസ് അഗെയിൻ. താങ്ക് യു ഷീല. നമുക്കിന്ന് മാഹിയുടെ തനതായ ഒരു സ്വീറ്റ് ട്രൈ ചെയ്താലോ? തീർച്ചയായും ട്രൈ ചെയ്യാമല്ലോ. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് അമ്മമ്മയും അമ്മയും ഒക്കെ ബനാന കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കുന്നൊരു പുഡിംഗ് ഉണ്ട്. അതാണ് ബനാന പുഡിംഗ് ഇപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത്. നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കടന്നാലോ? വെൽക്കം ടു അനദർ എപ്പിസോഡ്. ലെറ്റ്സ് കുക്ക് ടേസ്റ്റ് ഓഫ് മാഹി. ബനാന പുഡിങ്ങിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: 3 നേന്ത്രപ്പഴം പഴുത്തത് പുഴുങ്ങി വെച്ചത്, 4 ടേബിൾ സ്പൂൺ ഷുഗർ, 2 കോഴിമുട്ട, റവ 2 ടേബിൾ സ്പൂൺ, 1/2 കപ്പ് പാല്, 2 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട് ക്രഷ് ചെയ്തത്, നട്ട്മെഗ് പൗഡർ 2 പിഞ്ച്. നമ്മുടെ ബനാന പുഡിങ്ങിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നേന്ത്രപ്പഴത്തിൻ്റെ നാരും സീഡ്സും എടുത്തിട്ട് മാറ്റുക. അതിനുശേഷം പഴം നന്നായിട്ട് ഉടച്ചു വെക്കുക. അടുത്തതായി റവയിൽ പാലൊഴിച്ച് അതിനെ നന്നായി സോക്ക് ചെയ്യുക. അടുത്തതായി മുട്ട ഉടച്ച് മുട്ടയുടെ വെള്ളയും യോക്കും സെപ്പറേറ്റ് ആക്കി വെക്കുക. അടുത്തതായി മുട്ടയുടെ വെള്ളയെ നന്നായി ബീറ്റ് ചെയ്ത് ഫ്ലഫി ആക്കുക. അതിൻ്റെ ശേഷം എഗ് യോക്ക് അതിൽ ചേർക്കുക. എന്നിട്ട് നന്നായി ബീറ്റ് ചെയ്യുക. അടുത്തതായി ബീറ്റ് ചെയ്ത് വെച്ച എഗ്ഗിലേക്ക് ഷുഗർ ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. നെക്സ്റ്റ് സോക്ക് ചെയ്ത് വെച്ച റവ മുട്ടയുടെ മിക്സിലേക്ക് ആഡ് ചെയ്യുക. ഇതാണ് നമ്മൾ ആദ്യം ഉടച്ചു വെച്ച ബനാന. അതിലേക്ക് മുട്ടയുടെ മിക്സ്ചർ ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഈ മിക്സ്ചറിലേക്ക് ക്രഷ് ചെയ്ത് വെച്ച കാഷ്യൂ നട്ട്സ് ഇടുക. അതിൻ്റെ ശേഷം 2 പിഞ്ച് നട്ട്മെഗ് പൗഡറും ഇടുക. ഷുഗർ കാരമലൈസ് ചെയ്യുന്നതിനായി 2 ടേബിൾ സ്പൂൺ ഷുഗർ ഒരു പാനിലിട്ട് അതിനെ മെൽറ്റ് ചെയ്യുക. ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ മെൽറ്റ് ചെയ്യുക. ഗ്രീസ് ചെയ്ത് വെച്ച മോൾഡിലേക്ക് ഷുഗർ കാരമലൈസ് ചെയ്തത് ഒഴിക്കുക. മോൾഡിലേക്ക് ബനാന പുഡിംഗ് മിക്സ് ഒഴിക്കുക. അടുത്തത് ഈ മിക്സ്ചർ ആവിയിൽ വേവിച്ചെടുക്കുക. 20 മിനിറ്റ് സ്റ്റീം ചെയ്തതിന് ശേഷം റിമൂവ് ചെയ്യുക. തണുത്തതിന് ശേഷം അൺമോൾഡ് ചെയ്യുക. കാഷ്യൂ നട്ട് വെച്ച് ഡെക്കറേറ്റ് ചെയ്യുക. നൗ a tasty banana pudding is ready. Our baby Nitara is eagerly waiting to taste a yummy banana pudding. Let's call her. നിത്താര, എങ്ങനെയുണ്ട് ടേസ്റ്റ്? ഞങ്ങളുടെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് ഷെയർ, ലൈക്ക് ആൻഡ് കമൻറ്റ്. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. Till then, bye. ഹെൽത്ത് ടിപ്പ് ഫോർ ടുഡേ. തേനിന് ഔഷധ ഗുണമുണ്ട്. മുറിവുകൾ ഉണങ്ങാനും ദഹനത്തിനും തേൻ ഉപകാരപ്രദമാണ്. തേൻ ചില ഭക്ഷണങ്ങളുമായി ചേർത്ത് കഴിച്ചാൽ കൂടുതൽ പ്രയോജനം കിട്ടും. എന്നാൽ തേനുമായി കൂട്ടിക്കലർത്താൻ പാടില്ലാത്ത ചില ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട്. അമിതമായ ചൂടുവെള്ളം, നെയ്യ്, മുള്ളങ്കി അഥവാ റാഡിഷ്, ഉയർന്ന പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ, ചായ, കാപ്പി, കക്കിരി അഥവാ ക്യുക്കമ്പർ. മേൽപ്പറഞ്ഞവ
തേനുമായി കലർത്തുന്നത് ശരീരത്തിന് ഗുണകരമല്ല. ഈ ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു.